Hello friends, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 14 ബെസ്റ്റ് ഫ്രീ ഹെഡ്ലൈൻ അനലൈസറിനെ പറ്റിയാണ്. സോ ബേസിക്കലി ഹെഡ്ലൈൻ അനലൈസറിന് എന്തിനാ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിക്കൽ എഴുതുവാണെങ്കിൽ ലൈക്ക് ആർട്ടിക്കൽ ആളുകൾ ക്ലിക്ക് ചെയ്ത് വായിക്കുകയോ വായിക്കേണ്ടാതിരിക്കുകയോ ഡിസൈഡ് ചെയ്യാൻ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈൻസ് ആണ്. സോ ഹെഡ്ലൈൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ മാർക്കറ്റേഴ്സ് പറയാറുള്ളത് ലൈക്ക് എന്ത് ടൈം നിങ്ങൾ ഒരു കണ്ടന്റ് എഴുതാൻ കൊടുക്കുകയാണെങ്കിൽ അറൌണ്ട് 80% ടൈം ഷുഡ് ബി ഗോ ഫോർ ഓൺ ദ റിസർച്ച് ഓഫ് ഹെഡ്ലൈൻ ആൻഡ് ഡിസൈഡിങ് ദാറ്റ് ഹെഡ്ലൈൻ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് ബാക്കി ടൈം 20% മാത്രമേ നിങ്ങൾ കണ്ടന്റ് എഴുതാൻ വേണ്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ദ ഹെഡ്ലൈൻ പർട്ടിക്കുലർ സെക്ഷൻ ബിക്കംസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് point when it comes to like writing an content. So നമ്മൾ ഈ ബേസിക്കലി ആർട്ടിക്കലിനകത്ത് we covered like 14 top free headline analyzer sites ne pattiyana. So in this video I'm going to cover all those things and I will going to show you step by step like എങ്ങനെയാണ് ഓരോ ടൂളിനകത്ത് നമ്മൾ ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നത്. സോ നമ്മൾ ബേസിക്കലി ഈ പർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടി തന്നെ നമ്മൾ പിക്ക് ചെയ്തത് ഹെഡ്ലൈൻ അനലൈസർ ആണ്. മെയിൻ കീവേഡ് ആണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മീ ഷോ യു വൺ ബൈ വൺ ഏതേത് ടൂളാണ് ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, ആ ഓരോ ടൂളിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. So first let's start with the first one, FatJoy, FATJOE Joy. So ഇതിനെല്ലാം ഫൈൻഡ് ചെയ്യാൻ വെരി സിമ്പിൾ ആണ്. FatJoy ടൈറ്റിൽ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇങ്ങനത്തെ സെക്ഷൻസ് കിട്ടും. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കീവേഡ്സ്, വാട്ട് എവർ ദ കീവേഡ്സ് വി ആർ ലുക്കിംഗ് ഫോർ. സോ ലൈക്ക് നമ്മളിപ്പം ഹെഡ്ലൈൻ അനലൈസർ ആണ് മെയിൻ കീവേഡ് നമ്മൾ എടുക്കുന്നത്. സോ വി വാണ്ടഡ് ടു ഗെറ്റ് ദ ടോപ്പിക് ഐഡിയ ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ തിങ്. സോ ഞാൻ ഇത് ആർട്ടിക്കൽ എഴുതാൻ പോവാണ്. സോ ഈ ആർട്ടിക്കലിന് വേണ്ടി എന്തെന്ത് ടോപ്പിക്സ് എനിക്ക് ചെയ്യാൻ പറ്റും. നൗ ഐ ജസ്റ്റ് ആ കീവേഡ് മാത്രം എനിക്ക് ഇട്ടാൽ മതി ആൻഡ് ക്ലിക്ക് ഓൺ ദ ജനറേറ്റ് ഐഡിയ. So now what is going to happen, it will going to create me a lot of articles based on like a particular keyword, which is the most common mistake people make with keyword analyzer, headline analyzer. Good one. So I can create a content around that particular topic. It trip back in time, how people talked about headline analyzer 20 years ago. I can go and write something around this particular section. എപ്പോഴും 100% ഇത് ഫിറ്റ് ആവണമെന്നില്ല. സോ യു ജസ്റ്റ് നീഡ് ടു ലൈക്ക് എത്ര പെർസെൻറ്റേജ്. ഇപ്പോൾ ലൈക്ക് ഫസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ലൈക്ക് അപ്രോപ്രിയേറ്റ് ആയിരുന്നു. വൈ യു ആർ ഫീലിംഗ് ആറ്റ് ഹെഡ്ലൈൻ, ഇതും നമുക്ക് ഓക്കെ അല്ല. 11 എംബ്രേസിംഗ് ഹെഡ്ലൈൻ അനലൈസർ ഫോക്സ്, അത് ഓക്കെ അല്ല. 15 ബെസ്റ്റ് ബ്ലോഗ് ടു ഫോളോ അബൌട്ട് ഹെഡ്ലൈൻ അനലൈസർ, ഗുഡ്. സോ 15 ബെസ്റ്റ് ബ്ലോഗ് മാറ്റിയിട്ട് 15 ബെസ്റ്റ് ഹെഡ്ലൈൻ അനലൈസറിന് നമുക്ക് മാറ്റാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾസോ വി ക്യാൻ യൂസ്. സോ ഇതുപോലെ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. You can more 100. So when you click on this, now you need to give your mail ID and they will send you the more details. So ബേസിക്കിനകത്ത് നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു വെരിഫൈ ദിസ് ആൻഡ് ദേ വിൽ ബി സെൻഡിങ് യു മോർ കീവേഡ് അനലൈസർ. സോ ഡാറ്റാബേസ് കളക്ഷൻ്റെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയും കൂടെ ഇവർ യൂസ് ചെയ്യുന്ന സെക്ഷനാണ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി യൂസ്ഫുൾ വൺസ്. ഇപ്പോൾ നമ്മളൊരു ആർട്ടിക്കൽ എഴുതുന്നതിന് മുമ്പേ ഇറ്റ്സ് വെരി നെസസറി. ലൈക്ക് നോർമലി ഒരു ആർട്ടിക്കൽ എഴുതുന്നതിന് മുമ്പേ ആളുകൾ ഇതിനെപ്പറ്റി അത്ര ബോദർ ചെയ്യാറില്ല. ബട്ട് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇറ്റ്സ് കംസ് ടു റൈറ്റിംഗ് ദിസ്. So again you can see that എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക്. സോ വി ഡോണ്ട് വാണ്ട് ടു ലേൺ ഓൾ ദോസ് തിങ്സ്. വി ജസ്റ്റ് വാണ്ട് ലൈക്ക് മോർ കീവേഡ് ഐഡിയാസ്, ടോപ്പിക് ഐഡിയാസ്, എന്തിനെ പറ്റി നമുക്ക് എഴുതാൻ പറ്റും. സോ ഹിയർ ഐ ഗോട്ട് വൺ ടോപ്പിക് ഐഡിയ. നൗ ലെറ്റ്സ് മൂവ് ടു അനദർ സൈറ്റ്, നെക്സ്റ്റ് സൈറ്റ്. ദിസ് സൈറ്റ് നെയിം ഈസ് കണ്ടന്റ് റോ ഹെഡ്ലൈൻ ജനറേറ്റർ. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതാണ് കണ്ടന്റ് റോ ഹെഡ്ലൈൻ ജനറേറ്റർ. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ മതി. സോ നൗ ലെറ്റ്സ് ഗോ ആൻഡ് നമുക്കത് ടോപ്പിക് സെലക്ട് ചെയ്യാം. സോ ഐ ഡോണ്ട് വാണ്ട് ടു ലോഗ് ഇൻ, സോ ഐ ജസ്റ്റ് ഗോ ഹിയർ. ഇതാണ് ഇവരുടെ ഫസ്റ്റ് പേജ്. സോ ഐ വിൽ പുട്ട് നമ്മുടെ ഹെഡ്ലൈൻ അനലൈസ് ആണ് നമ്മൾ കീവേഡ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിക്ക് ഓൺ ദ ഗെറ്റ് ഹെഡ്ലൈൻ. സോ ഗെറ്റ് ഹെഡ്ലൈനകത്ത് ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോയിങ് ടു ഗിവ് മീ എ സെറ്റ് ഓഫ് ഹെഡ്ലൈൻസ്. ക്ലിക്ക് ഓൺ ദിസ്. So now you can see that the 13 worst mistake headline analyzer rookies make, how to avoid them. 96 score. So think about that. Can you write on that same topic? Because 96 score on a particular topic nath kittiyekana. Everything you ever wanted to know about headline analyzer, 55 score. Then there is an 85 score. A fascinating behind the scene look at the headline analyzer. You can have this. Like e particular article 9K, I can put this topic because I'm showing that how you are going to find this headlines. Why headline analyzer is secret to better sex, that doesn't matter to this topic, so we can avoid that. Headline analyzer 101 essential guide. This can also be our topic.
and you can click here more, generate more idea. You can get more idea related this. So this is actually going to give you a basic idea. Okay, എങ്ങനെ നമുക്കൊരു ആർട്ടിക്കിൾ ഒരു ടോപ്പിക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഹൗ ടു ഹാവ് എ ഹെൽത്തിയർ റിലേഷൻഷിപ്പ് വിത്ത് നമുക്ക് മാറ്റർ ചെയ്യുന്നതല്ല, ലൈക്ക് ഇറ്റ്സ് നോട്ട് റിലവൻറ്റ്. 12 headline analyzer stories worth reading right now. You may be like right, but it's not that much relevant. So you got it, like what I meant for that. That's the content row. Third one is our HubSpot. It's a very famous HubSpot, and now here you can go and you just need to go and search for the HubSpot blog idea generator. And when you put your keyword, all the link to these sites I will be put in the description. You can go and click there and you can get that detail there. So headline analyzers, give me a blog idea. Click on the blog idea. So it can give you up to 5 different keywords namukku use cheyan pattuna. I have just used one and now you can see the headline analyzer expectation versus reality. This one the good article I can write very easily. I can write on this one. And the second one is, will headline analyzer ever rule the world? I can again write an article on that. The next big thing, headline analyzer, I can write also this particular topic. All the 3 I can write. Headline analyzer explained in fewer than 140 characters. So that can be like if I want I can write, but it's not necessary. This week top story about headline analyzer, I can write this also. So you can see that I got a full blog idea. Even though you can unlock 250 more blog ideas by giving your email ID, data connection, all those things like lead capturing or cheyan vendiyana. Once you give, you get that much idea, and from there like have a mail for this particular purpose nu vendi or mail vekka. Aa mail nathanne nammal endha cheya, get that details and try to work on that. So basically or data collection vendi use cheyna section aanu. So that is the HubSpot topic generator. Now let's move to another site. The name is title-generator.com. So it's a very simple title-generator.com. headline, you just come here and put your keyword headline analyzer and click on the get headlines. So when you click on the get headlines, you will directly go and the results will be pop up like complete section item. You will see that 700 headlines and title content ideas are our recommendation. So you can see that all the how to win clients and influencer market with headline analyzer, why headline analyzer succeeds, 10 tips that will make your influential in headline analyzer, the ugly truth about headline analyzer. So that one I can use, the ugly truth about headline analyzer. So I can target that particular topic in this. So here that way you get a lot of topics. You can use them for your coming up articles. So that is the title-generator. Now let's move to another site. That name is portent.com title maker. So you just need to search for the Portent title maker. So I have to go and put out our keyword headline analyzer and get idea. So you will start getting 15 unexpected way headline analyzer can give you a better hair. So it's not relevant. So I can just click on the see other what is Amis can teach you about headline analyzer. So that can be like what the Vipin can teach you about headline analyzer. You can use that. So you can just another one. I don't want this. How Psychic predicts headline analyzer no reality. So I can that if I want how headline analyzer isn't bad as you think. This one is the good one. I can go and write on this particular spot. This is the like best topic. I can go for this particular section. So that's why I get a lot of topic ideas on the article what I am thinking to go about. So you can see that is the this one site, Portent idea generator. So you can just Google it. You will find that. Next one is Impact Plus. So that's the blog about by impact. Just you need to search for the blog about by impact. Here you will get a lot of idea like blog about management ano endu purpose nu vendiyana, blog about your opinion, blog about saving, blog about growth, so blog about the customer experience, blog about improvement, blog about saving times, blog about saving your opinions. Okay, so opinion the base lana. So when it pay to njan ende keyword idam. So I can now just create like I can just remove these things and you can see that 8 hurdles headline analyzer calmly faces. So this article I liked. I can just click on that heart button and automatically get saved in my sheet, and adu avadne eduthittu I can analyze further on that. Why headline analyzer is more about
traffic than SEO. So I can just, why headline analyzer more about traffic than SEO? So a new way to think about headline analyzer. So I can just, so you get an idea like how, whatever you wanted, like 7 ways to make most of your headline analyzer. So you get the topic, like angana namakoru topic ideas you will get from this particular section. Even though they have like writer's block also, where you can start writing, you can printing, you can start working all those things, and even though you can download your doodles also, so just to visualize content. But we want this particular option, like how to get the idea about the topics what we are going to write. Now let's move to another site, which the name is Advanced Marketing Institute. So aminstitute.com. So advanced marketing, that is the AM, and they provide based on EVM, emotional marketing value, EMV. So that is the like their criteria of tracking, like how emotional is that. And they also say that the most professional, they provide like 30 to 40%. So whenever you going for a title, you need to make sure that it should be nearby 30 to 40. So till then you need to test your new title. So this is the title I tested, like 7 best free headline analyzer a digital agency uses in 2021. So that's, I got 27%. So you can use this one also. So click on the headline analyzer, you can click the new one. So they are running Google Ads sides by side. So you just need to put your keyword. So this is not the keyword based, this is the complete headline based. So when you deliver a headline, like when you create a headline here, so in that earlier one, Impact Plus, you have seen. So I can copy this, and from there I can use this. So let's copy. It's not copying. Okay, I need to write it manually. Anyway, I will go to HubSpot. ഞാൻ ഹബ്സ്പോട്ടിനകത്ത് പോയിട്ട് ടോപ്പിക് എടുത്ത് ദിസ് വീക്ക് ടോപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹെഡ്ലൈൻ അനലൈസർ. ആൻഡ് നൗ ഐ എം കമ്മിങ് ഹിയർ ആൻഡ് ഐ എം ഗോയിങ് ടു ചെക്ക് what is my EMV. So like emotional marketing value. So let's submit the analysis, and now we'll see that how much this particular idea got. It's a 42%. So this week top stories about headline analyzer, 42%. It's a EMV, emotional marketing value, this particular topic. So I can go about this article, you can see that it qualified my list. Like I can go, like only I will write above 30. So I will go and test here, and I can see that how much emotionally connected content I got. So that is the like another site, Advanced Marketing Institute, aminstitute.com, headline analyzer. You just need to search on Google. Now let's move to another one, that is CoSchedule. CoSchedule ഒരുപാട് ഫേമസ് ആണ് ഈ ഹെഡ്ലൈൻ അനലൈസറിനകത്ത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസ്. ഐ പേഴ്സണലി യൂസ് ദിസ് വൺ. ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ടു ഗോ ബിഫോർ ഫോർ അനലൈസിങ് headlines. So let's show you how to do all these things. So I need to create an account here. So I have just already created account. So created account നമുക്ക് നോക്കാൻ പറ്റും. So let me remove all the other, get the fresh page. അഗെയിൻ ഇവിടെ നമ്മൾ കീവേഡ് അല്ല, ടോപ്പിക് ആണ് നമ്മൾ സ്കോറിങ് നോക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുമ്പേ കണ്ടെടുത്തുള്ള ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ആ ടോപ്പിക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇവിടെ ഇട്ടിട്ട് നമുക്ക് ആ ടോപ്പിക്കിനെ പുറത്ത് റിസർച്ച് ചെയ്യാൻ പറ്റും എത്ര സ്കോർസ് ആണ് കിട്ടുന്നത്. സോ യു ക്യാൻ യുവർ ഹെഡ്ലൈൻ ഇയർ. സോ വാട്ട് എവർ ദ ഹെഡ്ലൈൻ ഐ ഡിസൈഡഡ്, ദിസ് വീക്ക് ടോപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹെഡ്ലൈൻ അനലൈസർ ആണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. നൗ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ അനലൈസ്. നൗ ലെറ്റ്സ് സീ ദാറ്റ് ഹൗ മച്ച് സ്കോർ I am going to get here. So what they are going to score this particular section. So SEO wise see that they have only scored 67, and score SEO score I have, it's not showing it. Okay, so anyway, like other one option is there. So they have actually Chrome extension under, so you can use Chrome extensions also. So you can directly in the topic ആണ് അവിടെ തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. So that is the thing. So now let's move to my topic which I have taken. I think like I have got this one, this topic heading, let's 7 best free headline analyzer as digital agency uses in 2021. So let's look for this. Idin etrayana score kittuna, SEO score is not showing. So let's click on this and analyze.
So ഈ ടോപ്പിക്കിന് എത്ര നമുക്ക് ഉണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. How much we are getting? 80%. So I'm getting 80% headline score for this particular section. So you just understand that. So all the criteria. So that's why I personally prefer this one. So this like SEO score 84 under, headline score 80 under. So this is like one of the good for me to go about the article. So I can have, this is my main heading because I got 80 around score for this topic. And they are mentioning why you are getting all those things like common, uncommon, emotional content, everything you are seeing here. So this is the best tool which I personally prefer to use. And you can also go and just for the course schedule headline generator, that's the only thing you need to search for. Another one is ShareThrough.com headline generator. You just need to go and you look for the ShareThrough. Here also I will just put my headline and they will look into that score. So I will just put 7 best free headline analyzer at digital agency users in 2021. Let's find out. Let's click on the find out. So now you will see that score 61. So this is the score for this particular site. So ഓരോ സൈറ്റ് ഓരോ സ്പെസിഫിക് സ്കോർ ആയിരിക്കും. നിങ്ങളിപ്പം ഏതാണ് കൂടുതൽ എടുക്കേണ്ടത് ഏതാ കുറവ് എടുക്കേണ്ടതിനേക്കാളും ബെറ്റർ ഐ പേഴ്സണലി പ്രിഫർ ലൈക്ക് course schedule because that explains more about the things why they are considering this, why, what are the things is missing, all those things parameter ullagondu I personally prefer. Even though you can just test it out scoring here also you can just test. So ningalku oru criteria vecha madi ee particular adu minimum 60 undengile njan publish cheyathullu. And this is another site. Let's generate this. Tweak Your Biz is the site name, and when you go and put your, here we need to put our keyword. So they will be based on keyword, they are going to give us topic. So our nammade score alla therunathu. So there's two things you may be seeing that. One is score provide cheynathu, one idea provide cheynathu. So this site is going to be idea providing section. So headline analyzer nathu idea ana. So you will see that various ideas, headline analyzer and the list of ideas. You can see that the 8 most successful headline analyzer companies in regions, and the 8 incredible headline analyzer examples, 8 key tactics to pros use headline analyzer, all those kind of thing topic. Then best, how to, questions, love, sex, celebrities, secrets, snarks, business, motivations, so many different types of topics you will able to get that. That is tweakyourbusiness.com title generator or headline generator. You just need to search for that keyword. Then go for the Sumo have kick-ass headline generator. That is the Sumo's headline name. So Sumo headline generator, you search, you will get this one. And there are the they have option like a numbered list aanu vende, how to aanu vende, explanatory aanu why vende in the cyber. So numbered list aanu nammal eduthadu. So when we take the numbered list, they will ask like what is the keyword you are going behind. So what are the keywords you are actually targeting for? So I am targeting for digital and headline analyzer. So that is the keyword. So എന്താണ് ടോപ്പിക്? സോ കീവേഡ് ഹെഡ്ലൈൻ അനലൈസർ ആണ്. അത് ഡിസൈർഡ് ഔട്ട്കംസ് എന്താണ്? ഈ പർട്ടിക്കുലർ ആർട്ടിക്കിളിൻ്റെ ഡിസൈർഡ് ഔട്ട്കം എന്താണ്? ബൂസ്റ്റ് യുവർ സൈറ്റ് ട്രാഫിക് ആണ്. അൺഡിസൈറബിൾ ഔട്ട്കം എന്താണ്? ഓൾസോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് അവർ SEO റാങ്കിങ്. സോ ജസ്റ്റ് ഞാൻ ഇട്ട് സോ പോയിന്റ്സ് ഇൻ കണ്ടന്റ് എത്ര പോയിന്റ്സ് വേണം? 10, 20, 30 എത്ര വേണമെങ്കിൽ നമുക്ക് 13 വെക്കാം. 13 points in content. So now 13 ways to boost your site traffic. 13 ways to boost your traffic. Number 2 is my favorite. 13 proven method for headline analyzer. 13 mistakes most people make. So you can see that like now I put how to now you can see that well known celebrity. You just add some more thing. Now you can say how to boost your site traffic. The ultimate guide to headline analyzer, how to boost your site. So you will get a lot of angante ideas namak kittum, so which you can decide to write an article based on that particular section. Now let's move to another free tool, that is SEOpressor.com. So at SEOpressor.com, there also you just need to go and put your keyword. So I just put a headline generator, and you will see that how to leave headline generator without notice, 7 secret to export of headline generator. So you just need to find that is that topic is relevant to whatever you are actually looking for. For 15 common myths about headline generators, I can use this one. So either in case use here, so I can go for this particular keyword. Then I will move to next site is most of the people knows about Answer the Public. കുറച്ചും കൂടെ ഫേമസ് സൈറ്റാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കീവേഡ് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. സോ ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ഫോർ അവർ
topic research. So നമുക്ക് എന്ത് ടോപ്പിക്കിൽ ആർട്ടിക്കൽ എഴുതാം, ബിക്കോസ് all the search based terms based, how, what, another type of question based, all the topics they will suggest you. So headline analyzer na njan search cheyanengil they got 6 questions. So now you can just look for the questions, how many questions items are, 6 questions undu, 7 prepositions based undu. So now let's datas ne namukku datas click cheyidal namukku easily nokkan pattum. What are headline analyzer, best headline analyzer tools, best to. So now what I can do, like I can take any topic from here and I can go to course schedule, and there I can analyze the score, what the score I am getting. So രണ്ട് particular ടൂളിൻ്റെ എന്തിനാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഒന്ന് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, രണ്ട് അതിൻ്റെ ഐഡിയയുടെ quality check ചെയ്യാൻ വേണ്ടി. Then there is another tool, that's this one is like last tool what I am going to cover in this particular video, Optin Monsters headline analyzer. So again you just need to search for Optin Monster headline analyzer. 7 I have just put at the topic which I find and analyze the headline. I got 61 scores. So you can see that why this particular score, what are the things they are breakdown, they are showing what are the missing. So can improve 11 words, 9% uncommon words. So you just need to improve these things, also you get score. So these are the 3 things you can use for a score. One is Optin Monster, then you can use course schedule, then you can use M Institute, and then you can use share through. So these are the for scoring purpose. Then other example you can use for generating title. There are other sites also, but these are the some which I personally use. I just wanted to cover in this particular video. Hope you like this video, and if you like this video, make sure you put a like and leave a comment, share with your friend, and if you have any specific question, go and ask. And if you like this, if you are watching this video on YouTube, make sure you give a subscribe it, and if you are watching on Instagram, just go and subscribe our channel. See you guys in next video. Till then, bye bye, take care.